ഹലോ, ഗുഡ് മോർണിംഗ്. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമുക്ക് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ട്, എന്തെല്ലാം ഗൈഡൻസ് ആണ് നമുക്കുള്ളത്, എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് നോക്കാം. പോസിറ്റീവ് ഇട്ടിരിക്കണേ. എന്താണ് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ്? ഇന്ന് എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? നോക്കാം ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ്. ഫസ്റ്റ് വന്നിട്ട് പേജ് ഓഫ് വാണ്ട്സിൻ്റെ എനർജിയാണ്. പേജ് ഓഫ് വാണ്ട്സ്, 9 ഓഫ് വാണ്ട്സ്, പേജ് ഓഫ് പെൻറ്റക്കിൾസ്, ദ ചാരിയറ്റ്, വീൽ ഓഫ് ഫോർച്യൂൺ, 3 ഓഫ് വാണ്ട്സ്, 6 ഓഫ് വാണ്ട്സ്, 8 ഓഫ് സോർഡ്സ്, 5 ഓഫ് കപ്സ് ആൻഡ് നൈറ്റ് ഓഫ് കപ്സ് ആണ് വന്നിട്ടുള്ളത്. ബോട്ടം ഡെക്ക് വന്നിട്ടുള്ളത് 4 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. 4 ഓഫ് പെൻറ്റക്കിൾസ്. ഓക്കെ, ഇതാണ് നമ്മുടെ ജനറൽ ഗൈഡൻസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഏഞ്ചൽസ് മെസ്സേജും ലവേഴ്സിനുള്ള മെസ്സേജും കൂടെ എടുത്തേക്കാം. എന്നിട്ട് നമുക്ക് ഒരുമിച്ച് റീഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഓക്കെ, 3 കാർഡ്സ് ഏഞ്ചൽസ് ഗൈഡൻസിൽ നിന്ന് എടുക്കാം. എന്താണ് ഏഞ്ചൽസ് തരുന്ന ഗൈഡൻസ്? കൂട്ടി വായിക്കുന്നതായിരിക്കും എളുപ്പം. അതുകൊണ്ടാണ് എന്താണ് ഏഞ്ചൽസിൻ്റെ ഗൈഡൻസ് എന്ന് നോക്കാം. എന്താണ് ഏഞ്ചൽസ് തരുന്ന ഗൈഡൻസ് നോക്കാം. പീസ്ഫുൾ റെസൊല്യൂഷൻ വിത്തിൻ ദ നെക്സ്റ്റ് ഫ്യൂ വീക്സ് ആൻഡ് യെസ് ആണ് വന്നിട്ടുള്ളത്. അതിൻ്റെ ബോട്ടം ഡെക്ക് നോയാണ് വന്നിട്ടുള്ളത്. ഓക്കെ, ലവേഴ്സിനുള്ള ഓറക്കിൾ നോക്കാം. ലവേഴ്സിന് എന്ത് ഗൈഡൻസ് ആണുള്ളത് നോക്കാം. ലവേഴ്സിന് എന്ത് ഗൈഡൻസ് ആണ് ഇന്നേ ദിവസം ഉള്ളത്? ലവേഴ്സിന് എന്ത് ഗൈഡൻസ് ആണുള്ളത്? ഫസ്റ്റ് വന്നിട്ട് ഫോർഗിവിങ് ആൻഡ് ലേണിംഗ്. നെക്സ്റ്റ് വന്നിട്ട് പാസ്റ്റ് ലൈഫ് റിലേഷൻഷിപ്പ്. ദെൻ തേർഡ് വന്നിട്ട് ലെറ്റ് യുവർ ഫ്രണ്ട്സ് ഹെൽപ്പ് യു. ബോട്ടം വന്നിട്ടുള്ളത് വെരി സൂൺ എന്നാണ്. വെരി സൂൺ. ഓക്കെ, ഇത്രയാണ് കാർഡ്സ് വന്നിട്ടുള്ളത്. ഓക്കെ, ഓൾ ദ കാർഡ്സ് ആർ വിസിബിൾ ഐ തിങ്ക്. ഓക്കെ, നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണ്. ഓവറോൾ എനർജി വന്നിട്ട് 4 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. അപ്പോൾ നിങ്ങൾ രാവിലെ തന്നെ നിങ്ങളുടെ മനസ്സിൽ കുറച്ചൊരു എന്താണ് കുറച്ച് കൺട്രോൾ ചെയ്തിട്ടുള്ളൊരു നിങ്ങളുടെ മനസ്സിൽ എന്തോ ഒരു കാര്യമുണ്ട്. അതായത് നിങ്ങൾ മറ്റുള്ളവരോട് ഡിസ്ക്ലോസ് ചെയ്യാതെ ഉള്ളിൽ വെച്ച് പെരുമാറുന്ന എന്തോ ഒരു കാര്യം നിങ്ങളുടെ ഉള്ളിലുണ്ട്. അതാണ് 4 ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത്. അതായത് നിങ്ങൾ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല, നിങ്ങൾ പറയാൻ തയ്യാറല്ല, എന്നാൽ നിങ്ങളുടെ ഉള്ളിനുള്ളിൽ എന്തോ ഒരു കാര്യം ഉണ്ടെന്നുള്ളതാണ് ഈ 4 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി പറയുന്നത്. വിട്ടുകൊടുക്കാൻ തയ്യാറല്ല, കുറച്ച് ടോക്സിസിറ്റി ഉള്ളിലുണ്ട്. അതൊക്കെയാണ് ഈ 4 ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത്. പിന്നെ ഫിനാൻഷ്യലി നോക്കുകയാണെങ്കിൽ കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. പൈസയ്ക്ക് കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള ദിവസമാണ്. ഇന്ന് പൈസയ്ക്ക് ഒരുപാട് ആവശ്യമുണ്ട്, പക്ഷേ പൈസ സെറ്റായിട്ടില്ല. അപ്പോൾ അതിൻ്റെ പേരിലൊരു മാനസിക സംഘർഷം ഉള്ളിനുള്ളിൽ നടക്കുന്നതായിട്ടും കാണുന്നുണ്ട്. 4 ഓഫ് പെൻറ്റക്കിൾസ് അതാണ് പറയുന്നത്. പ്ലസ് ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് നിങ്ങൾ ആരോടാണോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവരോട് നിങ്ങൾക്ക് പറയാൻ ബുദ്ധിമുട്ടുള്ള പക്ഷേ ഒരു കാര്യം നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ട്, നിങ്ങളത് പറയുന്നില്ല, നിങ്ങളത് മനസ്സിൽ വെച്ചിട്ട് പെരുമാറും എന്നാണ് ഈ 4 ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്നുണ്ട്, ഏഞ്ചൽസ് പറയുന്നുണ്ട് പീസ്ഫുൾ റെസൊല്യൂഷൻ എടുക്കാനാണ്. നിങ്ങളൊരു സമാധാനപരമായ പ്രതിജ്ഞ എടുത്ത് മുന്നോട്ട് പോകാനാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളെ തന്നെ ഒന്ന് കൺവിൻസ് ചെയ്യൂ, ഇതിൻ്റെ ആവശ്യമുണ്ടോ. ഒരു ക്ലാരിറ്റിയുള്ള കമ്മ്യൂണിക്കേഷനിലൂടെ നിങ്ങൾക്ക് ഇത് നിവർത്തിയെടുക്കാവുന്നതേ ഉള്ളൂ. പ്രശ്നം എന്ത് തന്നെയായാലും അത് നിങ്ങൾക്ക് തന്നെ സോൾവ് ചെയ്യാവുന്നതാണ്. ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പാണ് അവിടുത്തെ പ്രശ്നം. അപ്പോൾ അവിടെ നിങ്ങൾ ക്ലാരിറ്റിയോടുകൂടി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറയുന്നുണ്ട്. അതുപോലെ റിലേഷൻഷിപ്പിൻ്റെ അത് നോക്കുകയാണെങ്കിൽ ഫോർഗിവിങ് ആൻഡ് ലേണിംഗ് ആണ്. ഫോർഗിവിങ് ആൻഡ് ലേണിംഗ് ഉണ്ട്, പാസ്റ്റ് ലൈഫ് റിലേഷൻഷിപ്പ് ഉണ്ട്, ലെറ്റ് യുവർ ഫ്രണ്ട്സ് ഹെൽപ്പ് യു ഉണ്ട്, വെരി സൂണും ഉണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ ചിലപ്പോൾ ചില കാര്യങ്ങൾ നിങ്ങളുടെ ഉള്ളിലുണ്ട്, അത് നിങ്ങൾക്കത് ഫോർഗീവ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് നിങ്ങൾക്കത് മനസ്സിൽ വെച്ച് പെരുമാറേണ്ടി വരുന്നത്. അപ്പോൾ അത് ഫോർഗീവ് ചെയ്താൽ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളിലൂടെ ലേൺ ചെയ്യാൻ പറ്റും. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ ഫോർഗീവ് ചെയ്ത് കൊടുക്കുന്നതിലൂടെ നിങ്ങൾക്ക് കുറച്ചും കൂടെ മൂല്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് പറ്റും എന്നാണ്
പറയുന്നത്. ഇത് നിങ്ങൾക്ക് കുറച്ച് പേർക്ക് റെസനേറ്റ് ആവുകൊണ്ടായിരിക്കും, എങ്കിലും കുറച്ച് പേർക്ക് റെസനേറ്റ് ആകും. ഇനി നമ്മൾ ജനറൽ റീഡിങ്ങിലേക്ക് വന്നാൽ ഫസ്റ്റ് കാർഡ് വന്നിട്ട് പേജ് ഓഫ് വാൺസിൻ്റെ എനർജിയാണ്. പേജ് ഓഫ് വാൺസ് പറയുമ്പോൾ നിങ്ങൾ ഇന്ന് നിങ്ങളുടെ പാഷനെ ചേസ് ചെയ്യുന്നുണ്ട്. അതായത് ഇന്ന് നിങ്ങൾ പാട്ട് പഠിക്കാനോ ഡാൻസ് പഠിക്കാനോ പിന്നെ നിങ്ങൾ എന്താണോ, എന്ത് പാഷനെയാണോ, കലാപരമായിട്ടുള്ള ക്രിയേറ്റീവ് ആയിട്ടുള്ള എന്തോ ഒരു പാഷനെ നിങ്ങളിന്ന് ചേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾ വളരെയധികം ക്ഷമയോടുകൂടി അതിലിരിക്കുന്നു, അതിന് വേണ്ടിയിട്ട് സമയം സ്പെൻഡ് ചെയ്യുന്നു, ക്ഷമയോടുകൂടി അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് പേജ് ഓഫ് വാൺസ് പറയുന്നത്. നിങ്ങൾക്ക് അതിന് വളരെ അഡ്മിറേഷനാണ് അതിനോട്. ചിലപ്പോൾ മറ്റുള്ളവർ ആ കാര്യം ചെയ്യുന്നത് കാണുമ്പോൾ നിങ്ങൾക്കുള്ള ആരാധന കൊണ്ടായിരിക്കും നിങ്ങൾ വീണ്ടും അതിലേക്ക് ഒരു താല്പര്യം എടുത്ത് വന്നിട്ടുള്ളതായിട്ട് കാണുന്നത്. പേജ് ഓഫ് വാൺസ് പറയുന്നത് ഒരു പാഷനെ വീണ്ടും റിസ്ക് എടുത്ത് ചേസ് ചെയ്യാന്നാണ്. നിങ്ങളുടെ സാഹചര്യങ്ങൾ അനുകൂലമായിരിക്കില്ല എങ്കിൽ പോലും നിങ്ങൾ അതിനെ റിസ്ക് എടുത്ത് അത്യാഹ്ലാദത്തോടു കൂടി ചേസ് ചെയ്യുന്നു എന്നാണ്. അതിനെ വിട്ടുകൊടുക്കാൻ ഇനി തയ്യാറല്ല എന്നാണ്. വളരെ എൻത്യൂസിയാസ്റ്റിക് ആണെന്നാണ് പേജ് ഓഫ് വാൺസ് പറയുന്നത്. ഇത് നിങ്ങൾ ഒരു വ്യക്തിയെ കാത്തിരിക്കുന്നതും ആകാം, ഒരു വ്യക്തിയെ നിങ്ങൾ ചേസ് ചെയ്യുന്നതാവാം. അയാളെ നിങ്ങൾ വളരെയധികം അഡ്മിറേഷനോടുകൂടി, ആരാധനയോടുകൂടി അയാളെ അഡ്മയർ ചെയ്യുന്നതാണ്. അപ്പോൾ ചിലപ്പോൾ അയാളെ ചേസ് ചെയ്യുന്നുണ്ടായിരിക്കാം, അയാളുടെ ഓർമ്മകളിലിരിക്കുന്നുണ്ടായിരിക്കും. അതൊക്കെയാണ് പേജ് ഓഫ് വാൺസ് പറയുന്നത്. സെക്കൻഡ് കാർഡ് വന്നിട്ട് 9 ഓഫ് വാൺസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് പേടിയുണ്ട് ഇയാൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകുമോ, ഈ നിങ്ങൾ എന്ത് പാഷൻ അല്ലെങ്കിൽ എന്ത് പാഷൻ ഓർ പേഴ്സൺ നിങ്ങൾ എന്തിനാണോ ചേസ് ചെയ്യുന്നത്. ഈ പേജ് ഓഫ് വാൺസ് പറഞ്ഞത് പാഷനായിട്ട് കുറേ പേരുണ്ട്, പേഴ്സണായിട്ടും കുറേ പേരുണ്ട്. ഒരാളെ വെയിറ്റ് ചെയ്യുന്ന ആളുകളുമുണ്ട്, നിങ്ങളുടെ ക്രിയേറ്റീവായിട്ടുള്ളൊരു ഒരു പാഷനെ ചേസ് ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ളൊരു പേടിയാണ് നിങ്ങളുടെ പ്രശ്നം. 9 ഓഫ് വാൺസ് പറയുന്ന ഉള്ളിലെ പേടിയാണ്. അപ്പോൾ അത് നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ളൊരു പേടി നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉള്ളതുകൊണ്ടാണ് നിങ്ങളതിനെ വല്ലാതെ അത്യാഹ്ലാദത്തോടു കൂടി നിങ്ങളതിനെ മുറുക്കെ പിടിക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ നിങ്ങളിതിനെ ഹോൾഡ് ചെയ്യുന്നുണ്ട്. അതേസമയം ബോട്ടം പറയുന്നത് 4 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. നിങ്ങൾക്കതിനെ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. നിങ്ങൾ വിട്ടുകൊടുക്കാൻ തയ്യാറല്ലാത്തത് കൊണ്ട് നിങ്ങളത് ഉള്ളിൽ വെച്ചിട്ട് മറ്റെന്തൊക്കെയാണ് പുറമേ വരുന്നത്. ഉള്ളിലൊന്നും വെച്ചിട്ട് പുറമേ വേറെ ഒന്നും പ്രകടിപ്പിക്കത്തില്ല. ആ ഒരു ഫീലാണ് ഈ 4 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പേജ് ഓഫ് 4 ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത്. നെക്സ്റ്റ് പേജ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. അപ്പോൾ നിങ്ങൾ മണി മാനിഫെസ്റ്റേഷൻ നടത്തണം. തീർച്ചയായിട്ടും ഇന്ന് മണി മാനിഫെസ്റ്റേഷൻ നടത്തുന്നുണ്ടായിരിക്കും. അതുപോലെ നിങ്ങളിലേക്ക് പണം വരുന്നുമുണ്ട് കേട്ടോ. മണി മാനിഫെസ്റ്റ് ചെയ്തതുകൊണ്ടും പണം നിങ്ങളിലേക്ക് ഇന്ന് വരേണ്ടതുള്ളത് കൊണ്ട് നിങ്ങളിലേക്ക് ഇന്ന് പണം വരുന്നുണ്ട്. അല്ലാത്ത എല്ലാവരും നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയണം. അതുപോലെ മണി മാനിഫെസ്റ്റേഷൻസ് അഫർമേഷൻസ് എഴുതുക, മണി ഹോപ്പനൊപ്പനോ ചൊല്ലുക, മണി അഫർമേഷൻസ് തീർച്ചയായിട്ടും എഴുതണം. അപ്പോൾ ഇന്നേ ദിവസം നിങ്ങൾ മണിയെ അട്രാക്ട് ചെയ്യാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക. മണിയെ അട്രാക്ട് ചെയ്താൽ എന്നത് കിട്ടുമെന്ന് കാണുന്നുണ്ട്. മണിയെ അട്രാക്ട് ചെയ്യേണ്ടുന്ന ദിവസമാണെന്ന് കാണുന്നുണ്ട്. മണിക്ക് ഹോപ്പനൊപ്പനോ ചൊല്ലേണ്ട ദിവസമാണ്. അപ്പോൾ ഇന്നേ ദിവസം നിങ്ങൾ പണത്തിൻ്റെ മൂല്യം മനസ്സിലാക്കുന്നു, പണത്തിനെ ആരാധിക്കുന്നു, പണത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു എന്നൊക്കെയാണ് പേജ് ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത്. അതൊരു മാനിഫെസ്റ്റേഷൻ്റെ കാർഡാണ്. അപ്പോൾ നിങ്ങൾ ഒരാളെ ആയിരിക്കാം അല്ലെങ്കിൽ പണത്തിനെ ആയിരിക്കാം മാനിഫെസ്റ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. നെക്സ്റ്റ് ചാരിയറ്റ് ആണ്. ഒരു യാത്ര കാണുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരിടത്തേക്ക്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരാളെ കാണാൻ വേണ്ടി നിങ്ങൾ യാത്ര ചെയ്യുന്നതായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ വിദേശത്ത് നിന്ന് നാട്ടിലേക്ക് വരുന്ന കാര്യം തീരുമാനിക്കുന്നതാകാം, വിദേശത്ത് നിന്ന് നാട്ടിലേക്ക് വരുന്നതാവാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആളുകളെ കാണാൻ വേണ്ടി നിങ്ങൾ യാത്ര ചെയ്യുന്നതാവാം. നിങ്ങൾക്ക് ചിലപ്പോൾ നടക്കൂല എന്ന് വിചാരിച്ചൊരു കാര്യം ചിലപ്പോൾ നിങ്ങളിലേക്ക് ഇന്ന് വരുന്നതാവാം, വന്നു ചേരുന്നതാകാനും സാധ്യതയുണ്ട്. അതാണ് ചാരിയറ്റിൻ്റെ എനർജി പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വീൽ ഓഫ് ഫോർച്യൂൺ ആണ്. അപ്പോൾ ഇന്ന് ഒരു കാർമിക് ഒരു കാര്യം നിങ്ങളിൽ എന്തായി പോകുന്നതായിട്ട് കാണുന്നുണ്ട്. വീൽ ഓഫ് ഫോർച്യൂൺ പറയുന്നത് നിങ്ങൾ ആ കാർമിക് സൈക്കിളിൽ പെട്ടിരിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളൊരു ലൂപ്പിൽ പാസ്റ്റിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള എന്തോ ഒരു കാര്യം നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത്. അപ്പോൾ അതിലൊരു ഒരു കർമ്മ ഇന്ന് ക്ലിയർ ആവുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളിലേക്ക് ആ ഒരു കർമ്മ ക്ലിയർ ആയി അതിൻ്റെ ഒരു റിവാർഡ് നിങ്ങൾക്ക് ഇന്ന് കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരു ഭാഗ്യത്തിൻ്റെ ദിവസവും കൂടിയാണ്. വീൽ ഓഫ് ഫോർച്യൂൺ നമ്മൾ പറയുന്ന പോലെ ഒരു ഭാഗ്യത്തിൻ്റെ ദിവസമാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഓൾറെഡി നമ്മൾ പറഞ്ഞു മണി മാനിഫെസ്റ്റേഷൻ ചെയ്യണമെന്ന്, അതുപോലെ മണിക്ക് ഹോപ്പനൊപ്പനോ ചൊല്ലണമെന്നും പറഞ്ഞു. അപ്പോൾ ഇന്ന് വളരെ ഭാഗ്യമുള്ള ദിവസമായിട്ട് കാണുന്നുണ്ട്. ചിലപ്പോൾ ഇന്ന് നിങ്ങൾക്ക് ചിട്ടിയോ കുറിയോ ഒക്കെ അടിക്കാൻ സാധ്യതയുണ്ട്, ലോട്ടറി അടിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള ദിവസം കൂടിയായിട്ടാണ് വീൽ ഓഫ് ഫോർച്യൂൺ കാണുന്നത്. ഓക്കെ, ചിലപ്പോൾ ചില ആളുകൾ, ചില സാഹചര്യങ്ങളൊക്കെ, ചില ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളിലേക്ക് വരുന്നത് നിങ്ങളുടെ കാർമികമായിട്ടുള്ളൊരു കാര്യമായിരിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, നിങ്ങളിത് യാത്ര ചെയ്ത് പോകുന്ന സ്ഥലങ്ങളും ചിലപ്പോൾ നിങ്ങളുടെ കാർമിക് പ്ലേസ് ആയിരിക്കാൻ സാധ്യതയുള്ളതായിട്ടാണ് വീൽ ഓഫ് ഫോർച്യൂൺ പറയുന്നത്. നെക്സ്റ്റ് 3 ഓഫ് വാൺസിൻ്റെ എനർജി ഉണ്ട്. അപ്പോൾ വിദേശത്തേക്ക് പോകാൻ നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ച് വിദേശത്തേക്ക് പോകുന്ന കുറേ ആളുകളുണ്ടാവും, യാത്ര ചെയ്ത് പോകുന്ന ആളുകളുണ്ടാവും, അല്ലെങ്കിൽ വിദേശത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കുന്ന, അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്, ഇപ്പം വിസ സ്റ്റാമ്പിങ്ങോ അല്ലെങ്കിൽ മെഡിക്കലിന് വേണ്ടിയിട്ടോ ഒക്കെ കാത്തു നിൽക്കുന്ന ആളുകളുണ്ടെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചത് വളരെ നല്ലൊരു ദിവസമായിട്ടാണ് ഇന്നേ ദിവസം കാണുന്നത്. 3 ഓഫ് വാൺസ് വിദേശത്തേക്ക് പോകാൻ വേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് നിങ്ങൾ നടത്തുന്നു എന്നാണ്. നിങ്ങൾ ട്രഷർ ഹണ്ടിങ്ങിന്, അതായത് ഫ്യൂച്ചറിലേക്ക്
പണസമ്പാദനത്തിന് വേണ്ടിയിട്ടുള്ള, ട്രഷർ ഹണ്ടിങ്ങിന് വേണ്ടിയിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങൾ അതിൻ്റെ മുന്നൊരുക്കങ്ങൾ പ്ലാനിങ് എന്ന് നിങ്ങൾ ചെയ്യുന്നു എന്നാണ് 3 ഓഫ് വാണ്ട്സ് പറയുന്നത്. അതല്ല, നിങ്ങളൊരു കാര്യം മനസ്സിൽ തീരുമാനിച്ചു, അതിൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ സ്റ്റക്കായി ആയിരുന്നു നിങ്ങളെങ്കിൽ നിങ്ങൾ ഇന്നേ ദിവസം നിങ്ങൾക്ക് ഇന്ന് അതിലൊരു മുന്നോട്ട് പോകാം, ഒരു തീരുമാനം എടുത്ത് മുന്നോട്ട് പോകാൻ പറ്റും എന്ന് നിങ്ങൾക്ക് കാണുന്നുണ്ട്. ഒരു പ്ലാനിങ്ങിൻ്റെയും പ്രിപ്പറേഷൻ്റെയും ദിവസമായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ പ്രിപ്പറേഷൻസ് നടത്തുക, മുന്നോട്ട് തന്നെ പോവുക, നിങ്ങൾക്കുള്ളതാണത്, നിങ്ങൾക്കുള്ളൊരു കോളാണത്, നിങ്ങൾക്ക് മുന്നോട്ട് പോകാമെന്നാണ് ഇന്നേ ദിവസം പറയുന്നത്. നെക്സ്റ്റ് 6 ഓഫ് വാണ്ട്സ് ആണ്. അപ്പോൾ നിങ്ങൾ ഇന്ന് പബ്ലിക് റെക്കഗ്നിഷൻ കിട്ടാൻ സാധ്യതയുണ്ട്, മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങൾ ആദരിക്കപ്പെടാൻ സാധ്യതയുണ്ട്, നല്ല വാക്ക് മറ്റുള്ളവരിൽ നിന്ന് കേൾക്കാൻ സാധ്യതയുള്ള ദിവസമാണ്, പ്രകീർത്തിക്കപ്പെടാൻ സാധ്യതയുള്ള ദിവസമാണ്. അതൊക്കെയാണ് 6 ഓഫ് വാണ്ട്സ് പറയുന്നത്. പിന്നെ അതൊരു റീയൂണിയൻ്റെ കാർഡാണ്. നിങ്ങൾ ആളുകളിൽ നിന്ന് മാറി നിൽക്കുന്ന ആളാണ് നിങ്ങളെങ്കിൽ നിങ്ങളിലേക്ക് ആരെയാണോ നിങ്ങൾ കാത്തിരിക്കുന്ന ആ ആൾ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നതായിട്ട് കാണുന്നുണ്ട്. അതാണ് 6 ഓഫ് വാണ്ട്സിൻ്റെ എനർജി പറയുന്നത്. നെക്സ്റ്റ് 8 ഓഫ് സോഡ്സ് ആണ്. ചിലപ്പോൾ ഈ പറഞ്ഞ ചില സാഹചര്യങ്ങൾ, ചില സന്തോഷങ്ങൾ നിങ്ങളിലേക്ക് വരുമ്പോൾ നിങ്ങൾ അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറല്ലാതെ നിൽക്കാൻ സാധ്യതയുണ്ട്. ചില ആളുകൾ അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറല്ല, അതിൽ നിന്ന് നിങ്ങളായിട്ട് ഒരു തീരുമാനം എടുക്കാതെ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങൾക്ക് അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, കാരണം നിങ്ങൾ വൂണ്ടഡ് ഹാർട്ടാണ്, നിങ്ങൾക്ക് ഒരുപാട് റെസ്ട്രിക്ഷൻസ് മുൻപ് ഉണ്ടായിരുന്നിരിക്കണം. അപ്പോൾ ആ നിങ്ങൾ തന്നെ ഒരു ബൗണ്ടറി ഉണ്ടാക്കിയിട്ടുണ്ട്, ഇനി ഒരിക്കൽ കൂടി ഞാൻ ആ ബൗണ്ടറിക്ക് പുറത്തേക്ക് പോവില്ല എന്ന് നിങ്ങൾ മനസ്സുകൊണ്ട് തീരുമാനിച്ചിട്ടുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ ഇന്നും അതേ അവസ്ഥയിലാണ്, നിങ്ങളൊരു തീരുമാനം എടുത്ത് മുന്നോട്ട് പോകുന്നില്ല എന്നാണ് കാണുന്നത്. അപ്പം നിങ്ങൾ ആ ബൗണ്ടറി വിട്ട് പുറത്ത് ഇറങ്ങി നോക്കുക, നിങ്ങളെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, നിങ്ങളാണ് ഇവിടെ എന്തെങ്കിലും ആക്ട് ചെയ്യേണ്ട ആൾ. നിങ്ങൾ വിക്റ്റിമായി എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്, പക്ഷെ അങ്ങനല്ല. നിങ്ങൾക്ക് കൈയും കണ്ണും ഒക്കെ അയച്ചാൽ അവിടെ ആക്ഷൻ എടുക്കാൻ പറ്റുമെന്നാണ് കാണുന്നത്. അപ്പോൾ 8 ഓഫ് വാണ്ട്സിൻ്റെ എനർജിയിൽ 8 ഓഫ് സോഡിൻ്റെ എനർജിയിൽ നിൽക്കുന്ന ആളുകൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക, ആക്ഷൻ എടുക്കുക എന്നാണ് ഇന്നേ ദിവസം പറയുന്നത്. നെക്സ്റ്റ് 5 ഓഫ് കപ്സ് ആകുമ്പോൾ കുറേ പേര് നഷ്ടപ്പെട്ടു പോയ ചില കാര്യങ്ങളെ ഓർത്ത്, നഷ്ടപ്പെട്ട ജോലിയായിരിക്കാം, നഷ്ടപ്പെട്ട ആളുകളെ ആയിരിക്കാം ഓർത്ത് നിൽക്കുന്നുണ്ട്. ഒരു ചെറിയൊരു സെപ്പറേഷൻ ഫേസ് ഇന്ന് വരുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഈ 4 ഓഫ് പെൻറ്റക്കിളും 5 ഓഫ് കപ്സും ഒക്കെ വരുമ്പോൾ 2 പേരിൽ ഒരാൾ കൺട്രോൾ ചെയ്ത് നിൽക്കുമ്പോൾ മറ്റേയാൾക്കുണ്ടാകുന്ന ഒരു ഇൽ ഫീലിംഗ് ആയിരിക്കാം, മറ്റേയാൾക്കുണ്ടാകുന്ന ഒരു നഷ്ടബോധമായിരിക്കാം ഈ 5 ഓഫ് കപ്സ്. അല്ലെങ്കിൽ പാസ്റ്റിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ട എന്തോ ഒരു കാര്യത്തെ ഓർത്ത് നിങ്ങൾ ദുഃഖിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതൊരു ജോലി, നഷ്ടപ്പെട്ടു പോയ ജോലിയായിരിക്കാം, ചിലപ്പോൾ നിങ്ങൾ സന്തോഷമായിട്ടിരുന്ന ഒരു ഇടം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയതുകൊണ്ടായിരിക്കാം, നിങ്ങൾക്ക് ചില ആളുകളുടെ മനസ്സിലുണ്ടായിരുന്ന സ്ഥാനം പോയതോർത്തിട്ടായിരിക്കാം, വഴക്കുണ്ടായി പോയതോർത്തിട്ടായിരിക്കാം, ചില വ്യക്തികളെ നിങ്ങളിന്ന് പോയതോർത്തിട്ടായിരിക്കാം. അങ്ങനെ എന്തോ നഷ്ടപ്പെട്ടതിനോർത്ത് നിങ്ങൾ ദുഃഖിച്ചിരിക്കുന്നതായിട്ടാണ് ഈ 5 ഓഫ് കപ്സ് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടേതാണെന്ന് വിചാരിച്ചിരുന്ന കാര്യം നിങ്ങളുടേതല്ല എന്ന് മനസ്സിലാവുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്നൊരു നഷ്ടബോധമാവാനും സാധ്യതയുണ്ട്. അതാണ് ഈ 5 ഓഫ് കപ്സിൻ്റെ എനർജി പറയുന്നത്. നെക്സ്റ്റ് ആയിട്ട് നൈറ്റ് ഓഫ് കപ്സ് ആണ്. അപ്പോൾ നിങ്ങൾക്കൊരു ഓഫർ വരുന്നുണ്ട്, ഒരു ജോബ് കാത്തിരിക്കുന്നവരാണെങ്കിൽ ജോബ് ഓഫർ ആയിരിക്കാം, ഒരു കപ്പ് ഓഫ് ലവോ ആഗ്രഹിച്ചിരിക്കുന്ന ആൾക്ക്, അത് കുറേ നാളായിട്ട് വെയിറ്റ് ചെയ്യുന്ന ആളുകൾക്കാണെങ്കിൽ നിങ്ങൾക്ക് ആ ആൾ നിങ്ങളിലേക്കൊരു കമ്മ്യൂണിക്കേഷൻ തരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്, അയാൾ നിങ്ങളിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ തരാനൊക്കെ സാധ്യതയുണ്ട്. അതാണ് നൈറ്റ് ഓഫ് കപ്സിൻ്റെ എനർജി പറയുന്നത്. അപ്പോൾ ഒരു ഓഫർ കിട്ടാൻ സാധ്യതയുണ്ടെന്നാണ്, ഒരു സമ്മാനം, ഒരു ഗിഫ്റ്റ്, ഒരു സർപ്രൈസ്, ഒരു ജോബ് ഓഫർ, ഒരു ഒരു പ്രണയലേഖനമോ, നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്കൊരു കമ്മ്യൂണിക്കേഷൻ തരുന്നതോ, നിങ്ങളിലേക്കൊരു വ്യക്തി കടന്നു വരുന്നതോ തിരിച്ചു വരുന്നതോ ആകാം. കടന്നു വരിക എന്നുള്ളതിനേക്കാളും തിരിച്ചു വരികയാണ്, കാരണം നൈറ്റ് ഓഫ് കപ്പ് ആയതുകൊണ്ട് തിരിച്ചു വരുന്നതാകാനാണ് സാധ്യത. ഓക്കെ, ഇവിടെയൊക്കെ ഓവറോൾ എനർജി 4 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. മാനസികമായിട്ട് നിങ്ങൾ അത്ര ഓപ്പൺ അപ്പ് അല്ല എന്ന്, നിങ്ങൾ മനസ്സിൽ എന്തൊക്കെയോ വെച്ചിട്ട് ഒരു കൺസ്ട്രെയിൻഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. നിങ്ങളാണ് ഈ 8 ഓഫ് കപ്പിൻ്റെ 8 ഓഫ് സോഡിൻ്റെ എനർജി ഇരിക്കുന്നത്. നിങ്ങളൊരു സെൽഫ് ബൗണ്ടറി ഉണ്ടാക്കിയിട്ട് ആ ബൗണ്ടറിക്കുള്ളിൽ ഇരിക്കുവാണ്, നിങ്ങൾ കുറേ ചിന്തകൾ, നെഗറ്റീവ് ചിന്തകളിലൂടെയൊക്കെ ഇരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഇവിടെ ഈ 4 ഓഫ് പെൻറ്റക്കിൾസിനകത്ത് പൈസയ്ക്ക് ബുദ്ധിമുട്ടുണ്ട് എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു, പണത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞു. അതുപോലെ നിങ്ങൾ ഇന്ന് കുറച്ച് ശ്രദ്ധിക്കേണ്ടതുണ്ട്, കാരണം നമ്മൾ പർച്ചേസിങ്ങിനൊക്കെ പോകുന്നുണ്ടെങ്കിൽ കൊച്ചു കൊച്ചു കാര്യങ്ങൾ നോക്കുമ്പോൾ അത് വേണ്ട എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വലിയ കാര്യങ്ങൾ പോയി വാങ്ങിക്കാൻ സാധ്യതയുണ്ട്. കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ പിശുക്കിയിട്ട് വലിയ കാര്യങ്ങൾ പോയി പണം സ്പെൻഡ് ചെയ്ത് അത് നഷ്ടമാകാൻ സാധ്യതയുണ്ട്. അപ്പം ഇന്നത്തെ ദിവസം പിശുക്ക് കാണിക്കാൻ സാധ്യതയുണ്ടെന്നാണ് 4 ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത്. അപ്പോൾ അതൊന്നും ശ്രദ്ധിക്കുക. കൊച്ചു കാര്യങ്ങളിൽ പിശുക്കിയിട്ട് വലിയ കാര്യങ്ങളിൽ കൊണ്ട് പണം സ്പെൻഡ് ചെയ്ത് അത് നഷ്ടത്തിലേക്ക് പോകാൻ സാധ്യതയുള്ളതായിട്ടാണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ജനറലായിട്ട് പറയാനുള്ളത്. ഏഞ്ചൽസ് ഗൈഡൻസ് നമ്മൾ പറഞ്ഞു, പീസ്ഫുൾ റെസൊല്യൂഷൻ എടുക്കാൻ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മാനസികമായിട്ട് സമ്മർദ്ദമാണുള്ളതെങ്കിൽ നിങ്ങൾ അവിടെ ഒരു സമാധാനപരമായ ഒരു ദൃഢനിശ്ചയം, ഒരു തീരുമാനം, ഒരു പ്രതിജ്ഞ എടുക്കുക, എന്നിട്ട് മുന്നോട്ട് പോകാനാണ് പറയുന്നത്. പിന്നെ നിങ്ങളൊരു കാര്യത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ പേടിക്കണ്ട, വിഷമിക്കണ്ട. വിത്തിൻ ദ നെക്സ്റ്റ് ഫ്യൂ വീക്സ്
ഒരു കുറച്ച് ആഴ്ചകൾക്കുള്ളിൽ തന്നെ നിങ്ങളുടെ ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ പരിഹരിക്കപ്പെടുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഏഞ്ചൽസ് നമുക്ക് ഗൈഡൻസ് തരുന്നുണ്ട്. നിങ്ങൾ വിഷമിക്കേണ്ട, നിങ്ങൾക്ക് ഇത്ര സമയത്തിനകം നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കപ്പെടുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഉറച്ച് വിശ്വസിക്കുക. ഞാനത് അക്സെപ്റ്റ് ചെയ്യുന്നു. ഏഞ്ചൽസ് തരുന്ന ഗൈഡൻസ് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു വിത്തിൻ ദ നെക്സ്റ്റ് ഫ്യൂ വീക്സ് എന്നാണ്. അപ്പോൾ കുറച്ച് ആഴ്ചകൾ കൂടി വെയിറ്റ് ചെയ്യുമ്പോൾ എൻ്റെ പ്രശ്നം പരിഹരിക്കപ്പെടും. ഞാനത് വിശ്വസിക്കുന്നു, ട്രസ്റ്റ് ചെയ്യുന്നു. ഞാൻ യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്യുന്നു. ഞാൻ എൻ്റെ ആ സമയമാകുമ്പോൾ, ഡിവൈൻ ടൈം ആകുമ്പോൾ ഞാൻ ആഗ്രഹിക്കുന്ന കാര്യം നടന്നു കിട്ടുന്നതിന് ഞാൻ പൂർണ്ണമായും യൂണിവേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു, സറണ്ടർ ചെയ്യുന്നു എന്ന് ഉറച്ച് വിശ്വസിക്കുക. അത് നടക്കുമെന്ന് ഉറച്ച് വിശ്വസിക്കുക എന്നാണ്. നെക്സ്റ്റ് വന്നിരിക്കുന്ന ഒരു യെസ് ആണ്. നമുക്കിവിടെ വീൽ ഓഫ് ഫോർച്യൂൺ ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം നടക്കണം, ഇന്ന് അതിയായി ഒരു കാര്യം നടക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവിടെ യെസ് വരുന്നുണ്ട്. ഇനി ഒരു തീരുമാനം എടുത്തിട്ട് മുന്നോട്ട് പോകാൻ നിൽക്കുമ്പോൾ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അവിടെ നോ വരുന്നുണ്ട്. നിങ്ങൾ നോ തീരുമാനം എടുക്കുമ്പോൾ ഒന്നുകൂടെ ഒന്ന് ആലോചിക്കുക, നോ എന്ന് പറയുന്നുണ്ട്. ദെൻ ലവേഴ്സിന് ഇട്ടേക്കുന്നത് ഫോർഗിവിങ് ആൻഡ് ലേണിംഗ് ആണ്. ഞാൻ പറഞ്ഞു കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ വിട്ടുകൊടുത്താൽ, കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ സറണ്ടർ ചെയ്താൽ നമുക്ക് കുറച്ചും കൂടെ സ്പേഷ്യസ് ആവും. നമ്മുടെ ഓറ സ്പേഷ്യസ് ആവും. നമ്മുടെ ഉള്ളിലുള്ള കുറേ ഉള്ളിൽ കിടക്കുന്ന കുറച്ച് ട്രോമാസൊക്കെ നമുക്ക് ഫോർഗീവ് ചെയ്യുമ്പോഴത്തേക്കും ഉരുകി അങ്ങ് പൊക്കോളൂ. അപ്പം കുറച്ച് സ്പേസ് കിട്ടും, നമുക്ക് കുറച്ച് നല്ല ഫ്രഷ് ന്യൂ തോട്ട്സ് നമ്മളിലേക്ക് വന്ന് നിറയും. ദെൻ പാസ്റ്റ് ലൈഫ് റിലേഷൻഷിപ്പാണ്. റിലേഷൻഷിപ്പിൽ സ്റ്റക്കായി നിൽക്കുന്ന ആളുകളോടാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് പാസ്റ്റ് ലൈഫ് റിലേഷൻഷിപ്പ് ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്ത് പോകാൻ പറ്റാത്തത്. ഇന്നൊരു വീൽ ഓഫ് ഫോർച്യൂണിൻ്റെ കാർഡ് ഉണ്ടെന്ന് ഓൾറെഡി നമ്മൾ പറഞ്ഞില്ലേ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പാസ്റ്റിലെ എന്തോ ഒരു കർമ്മ ഇന്ന് റിലീസ് ആവുന്നുണ്ട്. അപ്പോൾ ഇന്ന് പറയുന്ന വാക്കുകൾ, ഇന്ന് സംസാരിക്കുന്ന ആളുകൾ, അവരോടൊക്കെ സംസാരിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, എന്തോ ഒരു കർമ്മ ഇന്ന് റിലീസായി പോകുന്നുണ്ട്. നെക്സ്റ്റ്, ലെറ്റ് യുവർ ഫ്രണ്ട്സ് ഹെൽപ്പ് യു. ഇവിടെ മറ്റുള്ളവർ നിങ്ങളെ സഹായിക്കാൻ തൽപരരായിട്ടുണ്ട്. നിങ്ങൾക്ക് യൂണിവേഴ്സിൻ്റെ സപ്പോർട്ട് മറ്റു ആളുകളിലൂടെ ആയിരിക്കും ലവേഴ്സിന് എന്ന് കിട്ടാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മറ്റുള്ളവരുടെ സഹായം സ്വീകരിക്കാവുന്നതാണ്. ലാസ്റ്റ് കാണുന്നിരിക്കുന്നത് വെരി സൂണാണ്. നിങ്ങൾ എന്താണോ നിങ്ങൾക്ക് വേണ്ടത്, നിങ്ങൾ എന്താണോ വേണ്ടത് എന്ന് കൃത്യമായ നിർദ്ദേശം യൂണിവേഴ്സിന് കൊടുക്കുക. എനിക്ക് ഇന്നതാണ് വേണ്ടത്, എൻ്റെ ആവശ്യം ഇതാണ്, അപ്പോൾ എനിക്കിത് നേടിത്തരണം എന്നുള്ള രീതിയിലാണ് നിങ്ങൾ ട്രസ്റ്റ് ചെയ്യേണ്ടതും മാനിഫെസ്റ്റ് ചെയ്യേണ്ടതും അഫർമേഷൻസ് എഴുതുകയും ചെയ്യേണ്ടത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഡിറ്റർമിൻഡ് ആണെങ്കിൽ നിങ്ങൾക്കത് വന്ന് കിട്ടുക തന്നെ ചെയ്യും. നിങ്ങളിങ്ങനെ ഫ്ലക്ച്വേറ്റിംഗ് ആയതുകൊണ്ട് അതാണോ ഇതാണോ വേണോ വേണ്ടയോ എന്നിങ്ങനെ നിങ്ങൾ ഒരു തീരുമാനം നിങ്ങൾക്കില്ലാത്തത് കൊണ്ടാണ് യൂണിവേഴ്സ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാത്തത്. അപ്പോൾ മാനിഫെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ആലോചിക്കുക, എനിക്കിത് വേണോ എന്ന് കൃത്യമായിട്ട് ക്ലിയർ കട്ടായിട്ട് തീരുമാനം എടുത്തതിന് ശേഷം മാത്രം മാനിഫെസ്റ്റ് ചെയ്യുക. മാനിഫെസ്റ്റ് ചെയ്താൽ അതിൽ ഉറച്ചു നിൽക്കുക, അത് നിങ്ങളിലേക്ക് വരിക തന്നെ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. കമൻറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളവർ കമൻറ്റും കൂടെ ചെയ്യണം. ഹൈപ്പ് ചെയ്യാൻ ഇഷ്ടമുള്ളവർ ഹൈപ്പ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാൻ കാണുന്നവർ സബ്സ്ക്രൈബും കൂടെ ചെയ്യണം. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.